UDF നടത്തുന്ന വർഗീയ ധ്രുവീകരണം എന്തെന്ന് മനസ്സിലാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ജയിച്ച ആളുകളുടെ പേര് പരിശോധിച്ച് നോക്കിയാൽ മതിയെന്നാണ് സജി ചെറിയൻ പറയുന്നത്. ലീഗിന്റെ വർഗീയ ധ്രുവീകരണം ആർക്കും മനസ്സിലാവെന്ന് കരുതരുത്. ലീഗിന്റെ രാഷ്ട്രീയം എന്നത് വർഗീയത വളർത്തുന്ന രാഷ്ട്രീയമാണ്. കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കൂ, അത് നോക്കിയാൽ അറിയാം വർഗീയ ധ്രുവീകരണം ഉണ്ടോ എന്നൊക്കെയാണ് സജി ചെറിയൻ പറഞ്ഞത്. ലീഗ് അങ്ങനെ വർഗീയത പടർത്തുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ വർഗീയത പടർത്തുന്ന ഒരു വിഭാഗത്തെയാണോ UDF കൂടെ കൂട്ടിയിരിക്കുന്നത്? ഇത് വളരെ പഴയൊരു ചോദ്യമാണ്. ഒരുപക്ഷെ CMPയുടെ രൂപീകരണത്തിന് തന്നെ ഇടയാക്കിയ രാഷ്ട്രീയ കാരണം മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണോ അല്ലയോ എന്നതായിരുന്നു എന്നുള്ളത് പഴയ തലമുറയിൽപ്പെട്ടവർക്ക് ഓർമ്മയുണ്ട്. പുതിയ തലമുറ രാഷ്ട്രീയ താല്പര്യമുള്ളവർ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അന്ന് EMS പറഞ്ഞൊരു വാദമാണ് മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണ്, അവരുമായി കൂട്ടുകൂടാൻ പാടില്ല എന്ന്. പക്ഷേ EMS പോലും ഇത്രയും കടുത്ത ഒരു വർഗീയ പരാമർശം നടത്തിയിട്ടില്ല. ഒരു രാഷ്ട്രീയമായ പരാമർശമായിരുന്നു അത്. പക്ഷേ അത് ഭൂരിപക്ഷ വർഗീയതയെ വളർത്തുമെന്ന് MV രാഘവൻ ചൂണ്ടിക്കാണിച്ചു. അതായിരുന്നു MVRൻ്റെ ബദൽ രേഖ അഥവാ ആൻറ്റിതീസിസ് EMSൻ്റെ തീസിസിനെതിരായിട്ട്. പക്ഷേ ഇന്നിപ്പോൾ സജി ചെറിയാനിലേക്ക് എത്തിയപ്പോൾ ഇടക്കാലത്ത് CPM ഈ നയത്തിൽ ഒരു ഭേദഗതി വരുത്തിയിരുന്നു. കോടിയേരി ബാലകൃഷ്ണനും MV ഗോവിന്ദനും സെക്രട്ടറിമാരായിരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഒരു മതേതര ന്യൂനപക്ഷ പാർട്ടിയാണ്. അവർ മതേതര ന്യൂനപക്ഷ പക്ഷത്ത് നിന്നുകൊണ്ട് ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാസിസ്റ്റ് വിപത്തിനെതിരെ ചെറുക്കുന്നുണ്ട്, അതിനവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എന്നൊരു സമീപനം എടുത്തതായി നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അടുത്തിടെ വന്ന് നോക്കുന്ന സന്ദർഭത്തിൽ AK ബാലൻ്റെ പ്രസ്താവന വന്നു. AK ബാലൻ ജമാഅത്തെ ഇസ്ലാമിയെ ചാരിക്കൊണ്ടാണെങ്കിലും അടിച്ചതെല്ലാം ന്യൂനപക്ഷത്തെയാണ് എന്ന് പറഞ്ഞാൽ ഒരുതരം ഇസ്ലാമോഫോബിയ പരത്തിക്കൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ AK ബാലൻ സജി ചെറിയൻ ടീം പിണറായി വിജയന് വേണ്ടി ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് സജി ചെറിയാനെ ഇന്നത്തെ പ്രസ്താവനയോടുകൂടി മന്ത്രിസഭയിൽ നിന്ന് ഒന്നുകൂടെ പുറത്താക്കണം എന്നുള്ളതാണ്. ഇനി അധികം കാലം ഇല്ല ഈ മന്ത്രിസഭയ്ക്ക്. അതിൽ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ആദ്യം AK ബാലൻ പ്രസ്താവന കൊടുത്തപ്പോൾ MV ഗോവിന്ദൻ അതിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ടല്ല സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. പക്ഷേ അതിനെ ന്യായീകരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി AK ബാലൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ന്യായീകരിച്ചതിനേക്കാളും ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റയാളാണ് സജി ചെറിയാൻ. സജി ചെറിയാൻ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ, അത് ന്യൂനപക്ഷമാകട്ടെ ഭൂരിപക്ഷമാകട്ടെ ഏത് വിഭാഗമാകട്ടെ, അതിനെതിരെ ഇന്ന് പരസ്യമായി വിജയിച്ചവരുടെ പേര് നോക്കൂ എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹം വാസ്തവത്തിൽ വലിയ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റി യോഗം കഴിഞ്ഞ് CPMൻ്റെ നേതാക്കന്മാർ മടങ്ങിയോ എന്നെനിക്കറിയില്ല. MA ബേബി ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരിക്കാം. MA ബേബി ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് പറയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ CPMൻ്റെ സെൻട്രൽ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും എല്ലാം പറഞ്ഞത് RSSനെ തോൽപ്പിക്കുമെന്നാണ്. RSSനെ തോൽപ്പിക്കുമെന്ന് കരുതിയപ്പോൾ ഇങ്ങനെയാണ് തോൽപ്പിക്കുക എന്ന് നമുക്ക് മനസ്സിലായില്ല. ഇപ്പോൾ സത്യത്തിൽ അവർ RSSനെ തോൽപ്പിച്ചിരിക്കുന്നു. CPM ഈ പ്രസ്താവനയോടുകൂടി RSSനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അവർ തോറ്റു. എന്തിൽ? വർഗീയത പറയുന്നതിൽ. ഇത്രയും വൃത്തികെട്ട വർഗീയത പറയുന്നതിൽ RSSൻ്റെ മുകളിലേക്ക് RSS എന്നല്ല ഒരു സംഘടനയെക്കാളും മോശമായ തരത്തിൽ, എല്ലാ സംഘടനയെക്കാളും മോശമായ തരത്തിൽ ഇന്ന് വർഗീയത പറഞ്ഞിരിക്കുകയാണ്. RSS പോലും ഇത് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ BJP പോലും ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ജയിച്ചവരുടെ ജാതി നോക്കൂ, മതം നോക്കൂ എന്ന് BJP പറഞ്ഞതായിട്ട് ഔദ്യോഗിക നേതൃത്വം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല.